CPI കോട്ടയം ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി നടന്ന പ്രതിനിധി സമ്മേളനം CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം പി സന്തോഷ് കുമാർ MP ഉദ്ഘാടനം ചെയ്തു. ജന്മശതാബ്ദി സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് VK സന്തോഷ് കുമാർ, VT തോമസ്, MA ഷാജി, CK ആശ MLA, ജിജോ ജോസഫ് എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് R ബിജു നഗറിൽ നടക്കുന്ന സമ്മേളന നടപടികൾ നിയന്ത്രിക്കുന്നത്. ജില്ലാ സെക്രട്ടറി അഡ്വക്കേറ്റ് VB ബിനു പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. AITUC സംസ്ഥാന സെക്രട്ടറി KP രാജേന്ദ്രൻ, PP സുനീർ MP, TV ബാലൻ, CP മുരളി, P പ്രസാദ്, KK അഷ്റഫ്, P വസന്തം എന്നിവർ പ്രസംഗിച്ചു. വലിയ കവലയിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്ക്വയറിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചനയ്ക്കൊപ്പം മുതിർന്ന നേതാവ് പാലായിലെ KS മാധവൻ പതാക ഉയർത്തി. വൈകിട്ട് ജെട്ടി മൈതാനിയിൽ PS ശ്രീനിവാസൻ, CK വിശ്വനാഥൻ നഗറിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജന്മശതാബ്ദി സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. ഈ പാവപ്പെട്ടവൻ അവൻ ഈ നടന്നേ മതിയാവുകയുള്ളൂ എന്ന് പറയാൻ സമരം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിരുന്നു. അവിടെ 3 സംഘടനകൾ ആ സത്യഗ്രഹത്തിലുണ്ടായി. ആ പാലിയൽ സത്യഗ്രഹത്തിലെ 3 സംഘടനകൾ, ഒന്ന് അരിവാഴ്ചത്തിൽ ആലേഖിക്കുന്ന കൊടിയുമായിട്ട് CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്, 2 SNDP യോഗമാണ്, 3 KPMS ആണ്. ഈ 3 സംഘടന ചേർന്നാണ് ആ സമരം നയിച്ചത്. ആ സമരത്തിലാണ് ജീവൻ നഷ്ടപ്പെട്ടു. ജീവൻ നഷ്ടപ്പെട്ട ആളിന്റെ പേര് AG വേലായുധൻ എന്നാണ്. ഏത് പാർട്ടി? കമ്മ്യൂണിസ്റ്റ് പാർട്ടി. 100 കൊല്ലം 100 കണക്കായിരങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരൻ പോരാട്ടത്തിന്റെ പാതകളിലേക്ക് ഇറങ്ങി ജീവൻ ബലിയർപ്പിക്കുമ്പോൾ എവിടെയായിരുന്നു പാർട്ടികളെല്ലാം? ഉറങ്ങി നടന്നവർ അവരായിരുന്നു. CK ആശ MLA അധ്യക്ഷയായിരുന്നു. യുവ കലാസാഹിതി സംസ്ഥാന പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. കേരളത്തിലെ പ്രമുഖ വിപ്ലവ ഗായിക PK മേദിനിയെ ആദരിച്ചു. i4A ന്യൂസ്, വൈക്കം.